MP എന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിളിക്കുന്ന ഡോക്ടർ MP പരമേശ്വരൻ, ആണവശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാക്ഷരതാ പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ MP-യെ അടയാളപ്പെടുത്താമെങ്കിലും MP-യെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നനാക്കുന്നത് ഒടുങ്ങാത്ത ശുഭപ്രതീക്ഷകളുടെ ഉറവിടം എന്ന നിലയ്ക്കാണ്. 1935 ജനുവരി 18-നാണ് MP-യുടെ ജനനം. ഇപ്പോൾ 90 വയസ്സായി. 2022 കേരള സർക്കാർ കേരളശ്രീ ഉപഹാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 40-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2017 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. MP-യുടെ ആത്മകഥയാണ് കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്നുള്ളത്. ഇനി MP-യോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കുടുംബം, കുട്ടികൾ, പേരക്കുട്ടികൾ, അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭാര്യ, 2 മക്കള്, മക്കൾക്ക് 2 പേർക്ക് 2 മക്കള്, അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ കുടുംബം. എൻ്റെ മൂത്ത മകൻ അമേരിക്കയിലാണ്. അയാൾ അമേരിക്കയിൽ സിറ്റിസനാണ്. അമേരിക്കയിൽ 2 കുട്ടികളുണ്ട് അവർക്ക്. അവർ അവിടെ ഒരാൾ ഡോക്ടറാണ്, എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ വിപിൻ എന്ന് പറഞ്ഞ ആള് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഒരു കമ്പനി ജോലിയാണ്. 2 കുട്ടികളുണ്ടായിരിക്കും. 2 പെൺകുട്ടികളാണ്. മൂത്ത മകനും 2 പെൺകുട്ടികളാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ജനിച്ചതും വളർന്നതും ആദ്യകാല വിദ്യാഭ്യാസം. ഞാൻ ജനിച്ചത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട് മാളമ്പ് കുഞ്ഞുകുട്ടൻ്റെ വീടാണ്. മാളമ്പ് കുഞ്ഞുകുട്ടൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ, എൻ്റെ അമ്മാവനാണ്. അപ്പോൾ അവിടെയാണ് ജനിച്ചത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ സ്വതേ നമ്പൂരി സമൂഹത്തിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ലാത്ത ആളായിരുന്നു. അന്ന് തൊട്ടോളം പരിവേദനം ചെയ്യാൻ പറയും. അത് ചെയ്ത ആളാണ് എൻ്റെ മുത്തച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ. നിങ്ങളെൻ്റെ പിണ്ടൊന്ന് വയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മ അവിടെ കുഴി വയ്ക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ അമ്മയുടെ വീട്ടിലത്തെ അമ്മാത്താണ് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ഓർമ്മപ്പൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പഴയ ഓർമ്മയുള്ളത് 2 വയസ്സുള്ള ഓർമ്മയാണ്. 2 വയസ്സുണ്ട്. ആനപ്പുറത്ത് കയറിയത്. അത് എനിക്ക് കഷ്ടിച്ച് കാണാൻ പറ്റും. കുട്ടി ആനപ്പുറത്തിരിക്കണമായിട്ട് കാണാൻ പറ്റും. പക്ഷെ അത് മറ്റുള്ളവർ പറഞ്ഞ ചിത്രം മനസ്സിൽ പതിഞ്ഞിട്ടാണ് പറഞ്ഞൂടാ. ഈ വീട് എൻ്റെ തൃശ്ശൂർ വീട് കെട്ടുന്ന കാലത്ത് ആന ഉണ്ടായിരുന്നു അവിടെ. ആന തടി വലിക്കാൻ ആനയെ കൊണ്ടുവന്നു. ആനയുടെ പുറത്തോടെ കയറാൻ പറയുന്നത്. ഓ ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ഓർമ്മയുള്ളത് അവിടെ രാത്രി വെള്ളം കോരി വയ്ക്കുന്നത് നിലാത്തുണ്ട്. ആ നിലാത്ത് ഒരു ദിവസം കാലത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു വലിയ പാമ്പ് നീർക്കോലി ആയിരുന്നത്. നീർക്കോലി. പക്ഷേ അന്ന് കണ്ടപ്പോൾ മനസ്സിൽ അത് 1 കിലോമീറ്റർ നീളമുള്ള ചുരുട്ടി സാധനമാണ്. ഇത് 2 അന്നത്തെ ചിത്രങ്ങളായിട്ട് ഓർമ്മയുള്ളത്. പിന്നെ സ്കൂളൊക്കെ എവിടെയായിരുന്നു? സ്കൂളിൽ ഞാൻ പഠിച്ചതൊക്കെ നമ്പൂരി വിദ്യാലയത്തിലാണ്. നമ്പൂരി വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 10 മിനിറ്റ് എടുക്കാതെ ദൂരേ ഉള്ളൂ. നമ്പൂരി വിദ്യാലയത്തിൽ സ്കൂളിൽ പഠിച്ചു. അന്ന് സ്കൂളിൽ 6 എൻ്റെ ക്ലാസ് മിസ്സായിട്ട് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കള് ഒരാൾ 7 ക്ലാസ് വിട്ടായിരുന്നു, ഒരാൾ 6 അന്നുണ്ടായിരുന്നു. 2 അച്ഛൻ്റെ ജ്യേഷ്ഠ മക്കൾക്കൊക്കെ എന്നെക്കാളും 5-6 വയസ്സ് കൂടുണ്ട്. എന്നിട്ട് അവർ വളരെ പതുക്കെയായിരുന്നു. കാരണം അവരുടെ വേദാധ്യായം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ കയറുന്നത്. എൻ്റെ അച്ഛൻ അതിന് മെനക്കെട്ടില്ല. അച്ഛൻ കുറച്ച് ഇടതുപക്ഷ സ്വഭാവങ്ങളായിരുന്നു. പിന്നെ EMSൻ്റെ അടുത്ത പരിചയക്കാരനായിരുന്നു. ശരി. അപ്പോൾ ആ തരത്തിലൊക്കെ ഇടതുപക്ഷ സ്വഭാവം അച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്പൂതിരി വിദ്യാലയത്തിൽ നിന്ന് സെന്റ് തോമസിൽ പഠിച്ചിരുന്നോ? നമ്പൂതിരി വിദ്യാലയത്തിൽ വിട്ടിട്ട് ഞാൻ CMS ഹൈസ്കൂളിലാണ് പഠിച്ചത്. CMS ഹൈസ്കൂൾ, ചർച്ച് മിഷൻ സൊസൈറ്റി സ്കൂൾ പറഞ്ഞിട്ട്. അതിലാണ് 8 മുതൽ 9 വരെ 8, 9, 10 പഠിച്ചത്.
1949 അവിടെ പാസ്സായത്. അതിന് മുമ്പ് 1946 7ാം ക്ലാസ് പരീക്ഷ പാസ്സായത്. 7ാം ക്ലാസ് അന്ന് പബ്ലിക് എക്സാമിനാണ്. 7ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് അന്ന് ജ്യേഷ്ഠൻ്റെ അപ്പുണ്ട്. ജ്യേഷ്ഠന് ഫസ്റ്റ് ക്ലാസ് തൊട്ട് എനിക്ക് പാസ്സാവാന്നില്ല, എല്ലാം അച്ഛനെ പറ്റി. പക്ഷെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, ജ്യേഷ്ഠന് കിട്ടിയില്ല. പിന്നെ 14 വയസ്സിലാണ് ഉണ്ണിയേട്ടൻ പിന്നെ സെന്റ് തോമസിൽ ചേരുന്നത് അല്ലേ? 14 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പാസ്സായത്. പാസ്സാകുമ്പോൾ ഒരു 3 ദിവസം പോരായുണ്ട് ഡേറ്റ്. 2 young. അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റി വലിയ സ്ട്രിക്റ്റായിരുന്നു. 3 ദിവസം ഇത് കൊടുക്കില്ല. അപ്പോൾ ചേർന്ന് വെറുതെ പോയി ഇരിക്കാൻ പാടി. സ്പെഷ്യൽ നമ്പർ പറഞ്ഞിട്ട് സ്പെഷ്യൽ നമ്പർ. അങ്ങനെ സ്പെഷ്യൽ നമ്പർ 6 ആയിട്ടാണ് ഞാൻ അവിടെ കയറുന്നത്. അങ്ങോട്ട് സ്പെഷ്യൽ നമ്പർ ഇപ്പോൾ പലരും ഇപ്പില്ല. പലരും മരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് ഇയറാണ് റിപ്പീറ്റ് ചെയ്തു. ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് സെക്കൻഡ് ഇയർ ആയപ്പോഴും കുറച്ച് ഇതായി, കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതായി. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വലിയ മോശമായിരുന്നു. ഇംഗ്ലീഷ് ഞാൻ പാസ്സായത് ആ ഫൈനൽ എക്സാമിന് മാത്രമാണ്, ഇന്റർമീഡിയറ്റ് എക്സാമിന് മാത്രമാണ് പാസ്സായത്. അത് 104 മാർക്ക്. 34 പോയിന്റ് 35 ഇല്ല, 35 105 വേണം. ശരി. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോവുകയാണോ ചെയ്തത്? അല്ല, അത് കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടോ എന്താ വേണ്ടത് ആലോചിച്ചപ്പോൾ ഇന്റർമീഡിയറ്റിന് വലിയ മോശമായിട്ട് മാർക്ക് കിട്ടി. അപ്പോൾ എഞ്ചിനീയറിംഗ് ആലോചിക്കാനൊന്നും പറ്റില്ല, അതിന് സ്കോപ്പില്ല, കാശില്ല. അപ്പോൾ പിന്നെ വാളാനീസ് കോളേജിൽ, എറണാകുളത്ത് വാളാനീസ് കോളേജിൽ കെമിസ്ട്രി ഓണേഴ്സ് തന്നു. കെമിസ്ട്രി ഓണേഴ്സ് 3 കൊല്ലം കൊണ്ട് MSc കിട്ടും. MSc ഓണേഴ്സ് ഡിഗ്രി കിട്ടും. അങ്ങനെ ചേർന്നു. ചേർന്ന് ചോദിച്ചാൽ ഇതൊന്ന് ചേർന്നിട്ട് എഞ്ചിനീയർ കിട്ടിയാൽ പോകില്ല, ഞാൻ പോകില്ല അവർ. അച്ഛൻ അച്ഛൻ ധൈര്യം കാണിച്ചു, വീട് പഴം വെച്ചിട്ട് കാശ് കൊടുത്തു. എന്നെ പഠിക്കായി. എന്നിട്ട് അപ്പോൾ ഞാൻ അപേക്ഷ അയച്ചിരുന്നു. അപേക്ഷ ആയിട്ട് ഉണ്ടാവില്ല. അപേക്ഷ പ്രകാരം കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ അയച്ചു എഞ്ചിനീയറിംഗ് കോളേജ് അയച്ചു. ട്രിവാൻഡ്രത്ത് മാത്രമേ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളൂ, വേറെ എവിടെ എഞ്ചിനീയറിംഗ് കോളേജില്ല. അവിടെ എനിക്ക് 4 കൊല്ലത്തെ കോഴ്സ് പോയി 3000 രൂപ ചെലവായുള്ളൂ. ശരി. അത് ചീപ്പായിരുന്നു. താമസമൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ താമസം ഹോസ്റ്റലായിരുന്നില്ല, സ്വാമിനാഥൻ മഠമുണ്ടല്ലോ അവിടെ ഇവിടുന്ന് തെക്കേവടത്തിൻ്റെ നല്ലൂർ മഠത്തിൻ്റെ ഒരു ബ്രാഞ്ചിലായിരുന്നു അവിടെ. അതിന് സ്വാമിനാഥൻ ഉണ്ടായിരുന്നു. സ്വാമിനാഥൻ പരിചയക്കാരനായിരുന്നു, എൻ്റെ അമ്മാവൻ്റെ പരിചയക്കാരനായിരുന്നു. അമ്മാവൻ കൊണ്ടുപോയിട്ട് അവിടെ ആക്കി. അപ്പം അവിടെ താമസം, അവിടെ ഊണുണ്ട് അവിടെ. ഊണൊക്കെ കഥയാണൊക്കെ, ഊണെന്ന് പറയാനൊന്നും പറ്റില്ല. എങ്കിലും അതൊക്കെ മതി. കാലത്ത് സമയത്ത് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം അല്ലേ? ആ നെല്ലും വെച്ച് കൊടുക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ ആ നെല്ലിനാണ് ഞാൻ ഊണ് രാവിലെ നേദ്യം ഊണ് കഴിച്ചു. നെല്ലും കഴിക്കും. അപ്പോൾ കിടവി ഹോമത്തിൽ തേങ്ങ ഉണ്ടാവും, പുളിങ്ങ ഉണ്ടാവും, ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ട് അതും തേങ്ങയും കൂടിയിട്ട് ഊണ് കഴിക്കാൻ പോകും. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് കാശ് കൊടുക്കാൻ തികയില്ല. പിന്നെ വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ. എഞ്ചിനീയറിംഗ് കോളേജിലെ അനുഭവങ്ങൾ എന്തെങ്കിലും? എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ എടുക്കാൻ നിർത്തി. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രിക്കലിൽ അന്ന് ഒരു MN നമ്പൂതിരി ഉണ്ടായിരുന്നു, MC നമ്പൂതിരിപ്പൻ്റെ ജ്യേഷ്ഠൻ.
അദ്ദേഹം ഗ്രാജുവേറ്റ് ഓഫ് റേഡിയോ ആയിട്ട് അതിന് കോഴ്സ് പഠിക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അദ്ദേഹം ഒരു ബുക്ക് തന്നെനിക്ക്. അത് വായിച്ചിട്ട് ഞാൻ ഫണ്ടമെന്റൽസ് പഠിച്ചു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ. ആ ഫണ്ടമെന്റൽസ് പഠിച്ചിട്ട് പിന്നെ പരീക്ഷ കഴിയുമ്പോൾ കേശവറാവ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇലക്ട്രിക്കൽ പ്രൊഫസർ. അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. അന്ന് കഴിയുമ്പോൾ ഉണ്ണിയേട്ടന് മാത്രം നല്ല മാർക്ക്, എനിക്ക് മാത്രം, ഞാൻ മാത്രം പാസ്സായുള്ളൂ. 35% കിട്ടി. 50-57% കിട്ടി. ബാക്കിയുള്ള 25% ബാക്കിയുള്ളവർക്കും ബാക്കി എല്ലാവർക്കും 10% താഴെയാണ്. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ പോകാൻ നിർത്തിയേക്ക്. മാത്രമല്ല മറ്റവരൊക്കെ ഓരോ ഡിവിഷന് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് ഓരോ ഡിവിഷന് വരുമ്പോൾ ഇലക്ട്രിക്കലിനായ കുറച്ച് മെച്ചപ്പെടാം കോമ്പറ്റീഷനിൽ. അങ്ങനെ ഇലക്ട്രിക്കൽ എടുത്തു. ഇലക്ട്രിക്കൽ എടുത്തിട്ട് പിന്നെ ഇലക്ട്രിക്കലിൽ വളരെ രസമായിരുന്നു. ലാബറട്ടറി ചെയ്യാനൊക്കെ ഞാൻ എൻ്റെതായുള്ള രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ലാബിലൊക്കെ നന്നായിട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഇലക്ട്രിക്കലിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഫസ്റ്റ് റാങ്ക് കിട്ടി അല്ലേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ഉടനെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി. ഇലക്ട്രിസിറ്റി ബോർഡിൽ പരീക്ഷ റിസൾട്ട് പറഞ്ഞപ്പോൾ തന്നെ പ്രൊഫഷണൽ അപ്പോയിൻമെന്റ് ഇതാണ്. പ്രൊഫഷണൽ അപ്പോയിൻമെന്റ് പാസ്സായി കഴിഞ്ഞാൽ സ്ഥിരമുള്ളൂ. പറഞ്ഞിട്ട് അത് 2 മാസം കഴിഞ്ഞപ്പോഴും റിസൾട്ട് കിട്ടുക. അപ്പോഴേക്കും പ്രൊഫഷണൽ അപ്പോയിൻമെന്റ് സ്ഥിരമായി. അങ്ങനെ എനിക്ക് ആ പ്രൊഫഷണൽ അപ്പോയിൻമെന്റിൽ അതായത് റാങ്ക് ഉണ്ട്. റാങ്ക് എനിക്ക് കിട്ടില്ല. അത് അന്ന് മുസ്ലിമിന് കൊണ്ടാണ്, കോട്ടയാണ്. അപ്പോൾ അങ്ങനെ പോയി 2ാമത്തെ റാങ്കായി എനിക്ക്. പിന്നെ അതിന് വേറെ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ തിരുവാങ്കൂറുകാരനായിരുന്നില്ല. തിരുവാങ്കൂറിൽ നിന്ന് പാസ്സാവുന്ന ഫസ്റ്റ് റാങ്ക് തന്നെ ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. അത് എൻ്റെ തൊട്ടാഴയുടെ 2ാമത്തെ 3ാമത്തെ തൊട്ടൊക്കെ ഞാൻ തിരുവാങ്കൂറായിരുന്നു. അങ്ങനെ ആ മെഡൽ എനിക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ. അവിടുന്ന് സാറില്ല. ഏതൊരു ട്രെയിനിങ്ങിന് പോയില്ല ഉണ്ണിയുടെ? എനിക്ക് 2 ഇതാണ്. ഒന്ന് കൽക്കട്ടയില് അസോസിയേഷൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ഒരു കമ്പനിയിൽ അവിടെ ജോലിക്ക് ശ്രമിച്ചു. അവിടെ കിട്ടി. പക്ഷെ അതിൻ്റെ ഇടയിൽ ബോംബെയിൽ അറ്റോമിക് ബോംബെയിൽ ടാറ്റ ഹൈഡ്രോളിക് കമ്പനിയിൽ ട്രെയിനിങ് കിട്ടി. എൻ്റെ ഇലക്ഷനൊക്കെ ബോംബെയിലായിരുന്നു. അയാളൊക്കെ ബോംബെക്കാരായിരുന്നു. ഒന്ന് എല്ലാവരും ബോംബെക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ബോംബെക്ക് പോയി. ഞാൻ അവിടെ പോയി ചേർന്നു. അതിൻ്റെ ഇടയിൽ താമസിക്കേണ്ട അറ്റോമിക് പരസ്യം കണ്ടു. അറ്റോമിക് ട്രെയിനിങ് സ്കൂൾ പോയിട്ട് ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ് സ്കൂള്. അത് കണ്ടപ്പോൾ പരസ്യം തിരക്കില്ല. പുതിയ ഏരിയയാണ്, കംപ്ലീറ്റ്ലി പുതിയ ഏരിയയാണ്, എക്സൈറ്റിങ് ഏരിയയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പഠിച്ചത് കിട്ടി. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ് സ്കൂളിൽ നിന്ന് പാസ്സായി. BARC-യിൽ. അങ്ങനെ എനിക്ക് പിന്നെ സോവിയറ്റ് യൂണിയനിലേക്ക് പോകാനിടയായിട്ടുള്ള കാര്യം എന്താണ്? അതിനിടയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അറ്റോമിക് ഹോസ്റ്റലിൽ താമസം എടുക്കുമ്പോൾ 1957 ഒക്ടോബർ 4-ാം തീയതി ഒരു ന്യൂസ് വന്നു. സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ സ്പുട്നിക് വിട്ടുകൊടുത്തിട്ട്. സ്പുട്നിക് അമേരിക്കക്കാളും 6 മാസം മുമ്പാണ് ഇരട്ടി ഭാരമുണ്ട്. അതിന് അമേരിക്ക ഇരട്ടി ഭാരമുണ്ട്. 6 മാസം മുമ്പേ വിട്ടത്. അപ്പോൾ ഞങ്ങൾ നമ്മൾ റഷ്യൻ ഭാഷ പഠിച്ചിട്ട് സോവിയറ്റ് യൂണിയനിൽ പോയിട്ട് പഠിക്കണം എന്നതിലേക്ക് ഞങ്ങൾ 3 പേർ ഇന്ത്യ സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റി നടത്തിയിരുന്ന കോഴ്സിലായിരുന്നു. അതിൽ 2 പേരെ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ആ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പരസ്യം വന്നു PhD വർക്ക് ചെയ്യാനായിട്ട്. ആ ലക്ഷോട് ഞാൻ അപേക്ഷിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർവേഡ് ചെയ്തില്ല. ഫോർവേഡ് ചെയ്യാനുള്ള കാലം പറയാം, ഞങ്ങളയക്കാം നിങ്ങളെ, ഇതൊക്കെ യൂണിവേഴ്സിറ്റിക്കാരായിക്കട്ടെ പറ്റുക. അപ്പോൾ ഞാൻ അന്നത്തെ ചെയർമാനെല്ലാം ബാബയ്ക്ക് എഴുതി. ഞാനിങ്ങനെ റഷ്യ പഠിച്ചിട്ടില്ല, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്,
റഷ്യൻ ടെക്സ്റ്റ് ബുക്ക് കുറച്ചുണ്ട്. റഷ്യയിൽ നമ്മൾ ആൾ പോയില്ല, അവിടെ പോകേണ്ടതാണെന്ന് പറയുകയായി. അങ്ങനെ നെക്സ്റ്റ് ടൈം ദിസ് ബോയ് ഷുഡ് ബി സെന്റ് എഴുതിയിട്ടു അന്നത്തെ ഡയറക്ടർ അല്ലേ, ബാബ. അതിന് പിന്നത്തെ കാലം വന്നപ്പോൾ എന്നെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തു. അങ്ങനെ റഷ്യ പോയി. അങ്ങനെ പോയി 62 പോയത്. 1962. MP ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ വന്നിട്ടേ ഞാൻ പറഞ്ഞില്ലേ സ്വർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് എഴുതാൻ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ സങ്കല്പത്തിലെ സ്വർഗം. അപ്പം ഞങ്ങൾ എഴുതിയ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവണം, എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റണം, സൗജന്യമായിട്ടുള്ള ആരോഗ്യ സംവിധാനം ഉണ്ടാവണം, ഇതൊക്കെ എഴുതി. അപ്പം അത് 20 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് MP പറഞ്ഞു, ഈ 20-ൽ 20ഉം സോവിയറ്റ് യൂണിയനിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിയാണ്. ജനങ്ങളുടെ ജീവിതം സുഖമായിരുന്നു. പക്ഷെ അവരുടെ ജീവിതം സുഖമായിരുന്നെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ അപരിമിതമായിരുന്നു. അവർക്ക് സോവിയറ്റ് യൂണിയന് അവരുടെ ലക്ഷ്യം അമേരിക്ക കടത്തിവിട്ടുക, എന്തിനും അമേരിക്ക കടത്തിവിട്ടുക എന്നുള്ള ഒരു ഇതായിരുന്നു. അത് ശരിയല്ലാത്ത ഇതായിരുന്നു. അപ്പോൾ പുതിയ സോവിയറ്റ് പൗരനെ വളർത്തുക എന്നുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം ഞാൻ വായിച്ചത് അതിനൊന്നും അവർ മെനക്കെട്ടില്ല. പുതിയ സോവിയറ്റ് പൗരന്മാരെ വളർത്താൻ മെനക്കെട്ടില്ല. അവരുടെ ആഗ്രഹങ്ങൾ അമേരിക്ക കടത്തിവിട്ടുകയാണ്. അമേരിക്ക കടത്തിവിട്ടി, പക്ഷെ കടത്തിവിട്ടിട്ട് അതിൻ്റെ ദുശ്ശീലങ്ങളും മുഴുവൻ വന്നു. ഈ MP പരമേശ്വരൻ എന്ന് പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റിനെ രൂപപ്പെടുത്തുന്നതിൽ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ ഒരു പ്രവർത്തനങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം ഡയറക്റ്റായിട്ടൊന്നും സ്വാധീനിച്ചില്ല. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ തീരുമാനത്തില്ലേ, അച്ഛനെ സ്വാധീനിച്ചു, അങ്ങനെ എന്നെ പഠിപ്പിച്ചു. ശരി. അതല്ലാതെ ഡയറക്റ്റായിട്ട് നമ്പൂതിരി യോഗക്ഷേമം എൻ്റെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷേ അക്കാലത്ത് യോഗക്ഷേമ സഭ ഒരു എക്സിബിഷൻ നടത്തി. മാത്തവിചാരത്തിനുണ്ട്, കുറിയെടുത്താത്തിലെ മാത്തവിചാരത്തിനുണ്ട്. ആ മാത്തവിചാരത്തിൻ്റെ കഥ വായിച്ചപ്പോൾ അത് കുറെ ഗംഭീരമായി തോന്നി. ആ മാതൃവിചാരത്തിൻ്റെ കഥകൾ ആണ് പിന്നീട് സ്ത്രീകളുടെ ഇതിൽ പ്രവർത്തനത്തിലേക്ക് ജെൻഡർ വിഷയത്തിലേക്ക് എന്നെ കണ്ടുവന്നത്. അതിനകത്ത് അതിരിക്കുട്ടി പറഞ്ഞ കഥാപാത്രമുണ്ടല്ലോ, അവര് അമ്മയുടെ സുഹൃത്തായിരുന്നു തോന്നുന്നു. അമ്മയുടെ സുഹൃത്തുക്കൾ. അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ആ കുട്ടിയെ. അമ്മയുടെ എല്ലാത്തിനും അടുത്താണുള്ളത് അവരുടെ കൂടെ. അങ്ങനെ അവരുമായിട്ടുള്ള ഒരു വിപ്ലവകാരിയാണെന്നുള്ള തോന്നല് അന്തർജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് അവര് സെക്ഷനെയാണ് വിപ്ലവത്തിന് ഉപയോഗിച്ചത്. സ്വന്തം അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ആയിട്ട് സെക്സ് ഏർപ്പെട്ടിട്ട് നിഷിദ്ധമായ സെക്സ് മുഴുവൻ ചെയ്തവർ. ഒരു വാശി പോലെ. വാശിയുടെ ഉണ്ണിയേട്ടന് അടുക്കള ഒരു പരീക്ഷണശാലയാണ്, ഗവേഷണശാലയാണെന്നാണ് ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളത്. സോവിയറ്റ് യൂണിയനിലെ അടുക്കളയാണ് ഒരു അധ്യായത്തിൽ പറയണേ. എങ്ങനെയാ അടുക്കളപ്പണി ഒരു ഹോബിയാണോ? അടുക്കളപ്പണി ഹോബിയായിരുന്നു, പണ്ടേ ഹോബിയായിരുന്നു. സോവിയറ്റ് യൂണിയനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അമ്മയെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. മൂത്താൻകുട്ടിയുണ്ട്. അമ്മ തീണ്ടാണ്ട് നിൽക്കുമ്പോൾ ഞാൻ അടുക്കള പണി ചെയ്യാറുണ്ട്, അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കള ചെയ്യുമ്പോൾ സാധാരണ പരമ്പരാഗതമായി ചെയ്യുന്ന രീതി മാറിയിട്ട് പുതിയ രീതി പരീക്ഷിച്ച് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ തന്നെ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കി നോക്കി. യുക്തിരസായനം വരുന്ന യുക്തിരസായനം വന്നിട്ട് സഹസ്രയോഗത്തില് ബ്രഹ്മി ഒരുപാട് മരുന്നുകൾ അവസാനം ബുദ്ധിക്ക് വളർത്തി തന്ന എന്ന് പറഞ്ഞിട്ടുണ്ടോ.
അപ്പം അതിലൊക്കെ കോമായിട്ടുള്ളത് നോക്കി. കോമായിട്ട് കടുക് രോഹിണി വയമ്പ് മുതലൊക്കെയാണ്, ബ്രഹ്മി മുതലൊക്കെയാണ്. അതൊക്കെ കൂടിയിട്ട് ഒരു വ്യവസായം ഉണ്ടാക്കി. എന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു ശരിയാവില്ല, അച്ഛൻ ആരോഗ്യത്തിലായിരുന്നു, ശരിയാവില്ല, വയമ്പ് ഇത്രയും എടുക്കാൻ പാടില്ല പറയും. ഞാൻ എല്ലാം ഈക്വലായിട്ട് എടുത്തു. മറ്റേതൊക്കെ വെച്ചാൽ അനന്ത കാലത്തെ പരിചയം കൊണ്ടാണ് അവര് മാത്രം തീരുമാനിക്കണം. ഇതിപ്പോ ഒന്നുമില്ലാത്ത പുതിയതാകുമ്പോ ഞാൻ ഏതാണ്ട് ഈക്വലായിട്ട് എടുത്തല്ല. അത് കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചപ്പോ ബുദ്ധിയുണ്ടായി. ബുദ്ധിയാണ് ഇനി കഴിക്കണ്ട, ഇനി കഴിച്ചാൽ വയറിളക്കി ചത്തു പോകുന്നുണ്ട്. വയറിളക്കം പിടിച്ചു. അവിടെ ഞാൻ നിർത്തി. അങ്ങനെ പരീക്ഷ നടത്തുന്നതല്ല. പിന്നെ അടുക്കളയിലുള്ള പരീക്ഷണം, വേറെ പരീക്ഷ ഉണ്ടായിരുന്നു. അടുപ്പിന്റെ പരീക്ഷണം. അടുപ്പ് അറക്കപ്പെട്ടിട്ടുള്ള അടുപ്പുണ്ട്, അത് ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അങ്ങനെ അടുക്കളയിൽ പരീക്ഷ നടത്താനുള്ള ഒരു ഹോബി ആയിരുന്നു. സോവിയറ്റ് യൂണിയനിൽ പോയപ്പോൾ അവിടുന്ന് ഉരുളക്കിഴങ്ങ് ബേബി പൊട്ടറ്റോ കൊണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി. ബേബി പൊട്ടറ്റോ ധാരാളമാണ് സാധനമാണ്. അതിനേക്കാളും നല്ല പാലും നെയ്യും ഒക്കെ ധാരാളം. പാലും നെയ്യും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ രസഗുള ഉണ്ടാക്കിയായിരുന്നു. രസഗുള, ഗുലാബ് ജാമുൻ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അങ്ങനെ അടുക്കള ഗവൺമെന്റ് സ്ഥാപനം വന്നില്ല. പിന്നീട് വന്നിട്ടാണ് അടുക്കള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നൽകുന്നത്. അടുക്കളയിൽ കൂടെ എന്ത് പഠിപ്പിക്കാം. അടുക്കളയിലത്തെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാം, ഷീറ്റാസ് പഠിപ്പിക്കാം, മാനേജ്മെന്റ് പഠിപ്പിക്കാം, രസതന്ത്രം പഠിപ്പിക്കാം, എല്ലാം പഠിപ്പിക്കാം, കെമിസ്ട്രി പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് അടുക്കള ശാസ്ത്രമാകുമ്പോൾ എന്ത് പഠിപ്പിക്കാൻ പറയുമ്പോൾ അഹമ്മദാബാദിൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് സർ ഹൗ ഡു യു ടീച്ച് മാനേജ്മെന്റ് പറഞ്ഞു. അടുക്കളയിൽ മാനേജ്മെന്റ് സയൻസ് പഠിപ്പിക്കാൻ ആദ്യം എത്ര പേർക്ക് വേണം, എന്താ കൊടുക്കേണ്ടത് വെച്ചേക്കണം, എത്ര പേർക്ക് വേണം, അതിനുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് വേണം, അത് തലേദിവസം വേണം, തലേദിവസം അരച്ചില്ലെങ്കിൽ നടക്കില്ല. അങ്ങനെ അത് ഞാൻ ഉപ്പ് ടെസ്റ്റ് ചെയ്ത് വേണം. അത് ഞാൻ പിന്നെ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരുടെ അനുഭവം വേണം. അപ്പോൾ ഗോൾ സെറ്റിങ്, മാനേജ്മെൻറ്റിൻ്റെ ഗോൾ സെറ്റിങ്, റോ മെറ്റീരിയൽസ്, മാനേജ്മെൻറ്റ് എല്ലാ ഫലങ്ങളും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മാനേജ്മെൻറ്റ് എല്ലാം പഠിപ്പിക്കാൻ പറ്റില്ലേ. ഇനി മടങ്ങർലി മോസ്കോ എന്ന പേരിൽ റഷ്യയിൽ നിന്ന് ലേഖനങ്ങൾ മാതൃഭൂമിയിൽ എഴുതാറുണ്ടല്ലോ. എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ എഴുതാറുള്ളത്? മടങ്ങർലി മോസ്കോ എഴുതാൻ കാരണം തന്നെ അന്ന് അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്തില്ലെങ്കിൽ ആള് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പേര് കൊടുക്കും. എഴുതിയെന്ന് ആകുന്നത് സോവിയറ്റ് യൂണിയനിൽ പ്രധാനപ്പെട്ട സ്പേസ് ട്രാവലിനെ പറ്റിയായിരുന്നു. സ്പേസ് ട്രാവൽ വളരെ ടെലിസ്കോപ്പിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, വിവേകാനെ പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ സ്പേസ് ട്രാവൽ ഒന്നുണ്ട്, അതൊക്കെ ഒന്നുണ്ട്. മൊത്തത്തിൽ സ്പേസ് ട്രാവലിനെ കുറിച്ചിട്ടുള്ള ലേഖനങ്ങളാണ് അതിൽ വന്നത്. ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരുന്നു അതിന് മൊത്തത്തില്. അതായിരുന്നു ആയിരിക്കണം ആൾക്കാര് പറഞ്ഞു. ഞാൻ അവിടെ അതെ. ഇനി BARC MP രാജിവെച്ചുല്ലോ, എന്നിട്ടാണല്ലോ തിരുവനന്തപുരത്തേക്ക് പോയിരുന്നത്. അതിനിടയായ സാഹചര്യം എന്തായിരുന്നു? രാജിവെക്കാൻ കാരണം ഒന്ന് അച്ഛനയുടെ ഭാവി പറ്റിയിരിക്കുന്ന സംശയം തുടങ്ങി. സംശയം ഏതാണ്ട് തീരുമാനം മനസ്സിലായി. അതിന് ഭാവി ഇല്ലാതെ ഭാവി ഉണ്ടാകരുതെന്ന് ഒന്നത്. രണ്ട്, എനിക്ക് താല്പര്യമുള്ള, ഞാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവിടുത്തെ സമ്പ്രദായം താരാൻ പോകാന്നുള്ളത്.
എനിക്ക് പോകുന്നില്ലല്ലോ. ഇത്രയും താമസം പിടിച്ച ആണ് ഞാൻ അനുഭവമുള്ള 1998 1970s 80s അതുകൊണ്ട് താമസിച്ചു നോക്കാം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഇവിടെ താല്പര്യമുണ്ട്, ഇവിടെ ആവശ്യക്കാരുണ്ട്. എനിക്ക് എൻ്റെ കഴിവില്ല. എൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് എഴുതിക്കുകയാണ്. അത് ഞാൻ മോസ്കോന്ന് വരുമ്പോൾ തന്നെ ഒരു കാര്യം തീർച്ചയായിരുന്നു. മോസ്കോയിലെ ജനങ്ങളുടെ ഉന്നതിക്ക് കാരണം അവിടുത്തെ ജനങ്ങളുടെ ശാസ്ത്രത്തിലുള്ള അറിവാണ്. ശാസ്ത്രത്തിലുള്ള അറിവെന്ന് പറഞ്ഞാൽ സാക്ഷരത വേണം. ഒരു സമൂഹത്തിന് സാക്ഷരത റിസോഴ്സ് സാക്ഷരത, സയൻസ് സാക്ഷരത ഒക്കെ ഉണ്ടാവണം. എന്നാലേ അതിന് വളർത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ വളർന്നുള്ളത്. അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയുടെ ഒപ്പത്തിന് അത്തരത്തിൽ വളർന്നു വെച്ചാൽ വേഗത്തിൽ വളർന്നു വെച്ചാൽ ജനങ്ങൾക്ക് സയൻസ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരുമ്പോൾ ഒരു ജോലി ഏറ്റെടുക്കാൻ ഞങ്ങളവിടെ കൂടിയിട്ട് അവിടുത്തെ സ്റ്റുഡൻസൊക്കെ കൂടിയിട്ട് എന്താണ് നമ്മൾ തിരിച്ചു പോയാൽ ചെയ്യേണ്ടത് സമൂഹത്തിന് വേണ്ടി തിരിച്ചു പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യൻ ഭാഷകളിലുള്ള സയൻസ് ലിറ്ററേച്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പഠിക്കുക. ഒരാൾ പറഞ്ഞു അയാൾ റഷ്യൻ ഭാഷയിലുള്ള നല്ല ബുക്കുകളൊക്കെ ഒന്ന് എഴുതിക്കേക്കാം. രണ്ടാമത്തെ അയാൾ കാര്യമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് സയൻസ് ലിറ്ററേച്ചർ ഇന്ത്യൻ ഭാഷകളിൽ വളർത്താനായിട്ട് ഒരു ശ്രമം നടത്തി. ആ ശ്രമമാണ് ഫിൽസാറിൻ്റെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് സയൻസ് അസോസിയേഷൻ വെച്ച് ഒരു സാധനം ഉണ്ടാക്കി. അതിൽ ഇംഗ്ലീഷ് പുറമെ ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, മറാഠി 4 ഭാഷകളിലും പിന്നെ തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലും തമിഴും കന്നഡയൊക്കെയുള്ള 4 ഭാഷകൾ, അങ്ങനെ 8 ഭാഷകളിലുള്ള ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് അവരുടെ മലയാളം അതായത് ഭാഷയിൽ എഴുതുന്നു തുടങ്ങി പ്രേരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സോമയ്യ പബ്ലിക്കേഷൻസ് ഒരു ഗ്രൂപ്പ് 3-4 പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതൊരിക്കട്ടെ അതിൻ്റെ ഇടയിലാണോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനായിട്ടുള്ള? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലാണ്. പിന്നെ ഫിൽസ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കേന്ദ്രത്തിലൊരു നോൺ ഹിന്ദി വിദ്യാഭ്യാസം തോന്നുന്നു. അദ്ദേഹം എല്ലാ ഭാഷകൾക്കും ശാസ്ത്ര പഠനത്തിന് ഒരുപാട് ഉപയോഗം. അതിൻ്റെ അതിൽ കേരള ഗവൺമെൻറ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങി, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയായിരുന്നു. അപ്പോൾ താങ്കളെ ഒന്ന് ചെയ്താൽ സന്തോഷമായിട്ട് പറഞ്ഞിട്ട് ഞാനത് നിങ്ങൾ ആവശ്യമില്ലാതെ ഞാൻ വരാൻ പറഞ്ഞു. അവരാവശ്യപ്പെട്ടു. 2 ആഴ്ച കൊണ്ട് എന്നെ റിലീവ് ചെയ്തോളെ. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ സാമാന്യം ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ. BRC-യിൽ അസോസിയേഷൻ ഓഫീസ് തുടങ്ങി. ബാബ സെൻറ്റർ ഓഫീസ്. അത് അവർ ശമ്പളം കൂടുതലല്ല, അർത്ഥ ഗവേഷണം നടത്തുന്നതിനാണ് മുൻകൂർ കൊടുത്തത്. അപ്പോൾ അർത്ഥ ഗവേഷണം ടോമെ കിട്ടുന്നുണ്ട്. അതിന് വലിയ ഡയറക്ടർമാരൊക്കെ ഉള്ളൂ. അതിന് അസോസിയേഷൻ്റെ ഒരു മെമ്പർ വേണം പറഞ്ഞു. അത് സമ്മതിച്ചില്ല അവർ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിനു വേണ്ടി പുറത്തുനിന്നപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 2 ദിവസം 3-4 ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ റെഡിയാക്കി അയച്ചു. അങ്ങനെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പിന്നെ 3 കൊല്ലം 4 കൊല്ലം അവിടെ ഉണ്ടായി. ഒരുപാട് കാര്യങ്ങൾ നടക്കും. പ്രത്യേകിച്ച് സാങ്കേതിക പദങ്ങൾ മലയാളത്തിലാക്കലായിരുന്നു അത് ആദ്യത്തെ പണിയാണ്. അത് ഞാൻ ആദ്യമേ മോസ്കോയ്ക്ക് പോണ സമയത്ത് തന്നെ ഒരു പാരിഭാഷിക ശബ്ദ കോശത്തിലിട്ട് സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റ് പബ്ലിഷുള്ള ഒരു ഇതുണ്ടായിരുന്നു, ശബ്ദകോശം ഉണ്ടായിരുന്നു. അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷൊക്കെ അറിയുമ്പോൾ അതിൻ്റെ മലയാളത്തിന് ഹിന്ദിക്ക് പകരം മലയാളമാക്കുക. അങ്ങനെ കുറേ പദങ്ങൾ ഞാൻ ചെയ്തിരുന്നു. ആ പദങ്ങളൊക്കെ പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിച്ചു. അതിൽ കുറേ എണ്ണം ബാത്റൂമിൽ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്ത 2 പുസ്തകങ്ങൾ, ഒന്ന് വിജ്ഞാന ശബ്ദാവലി, മറ്റൊന്ന്
മറ്റേ സോഷ്യൽ സയൻസിൻ്റെ ശബ്ദാവലിയാണ്. സോഷ്യൽ സയൻസിന്റെ ശബ്ദാവലി. പേര് ഓർമ്മയില്ല. സാമൂഹ്യ ശാസ്ത്ര ശബ്ദാവലിയാണ്. അത് പിന്നെ 10,000 പുസ്തകങ്ങൾ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. ചീഫ് എഡിറ്ററിലേക്ക് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എല്ലാം നോക്കല്. ശരി. ഈ പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണോ ഈ സാക്ഷരതയുടെ ഒരു പ്രോജക്റ്റുമായിട്ട്? സാക്ഷരത അപ്പം ആയിട്ടില്ല. സാക്ഷരത പ്രോജക്റ്റ് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് NEP ആയിട്ട് പ്രധാനം വന്നപ്പോൾ അവരാണ് സാക്ഷരതയ്ക്ക് ആദ്യം ഫണ്ട് ചെയ്തപ്പോൾ ആ ഫണ്ടിങ്ങിൻ്റെ തെറ്റായ വശങ്ങൾ അതിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ ശമ്പളം കൊടുത്തിട്ടാണ്. അത് ശമ്പളം കൊടുക്കുമ്പോൾ ശമ്പളം മാത്രം മേടിക്കും, കാര്യം നടക്കില്ല. അങ്ങനെ ഇപ്പോൾ അത് നടക്കില്ല പറയും. താല്പര്യമുള്ള ആൾക്കാർ പഠിപ്പിച്ചിട്ട് എന്നിട്ട് വളണ്ടറി ടീച്ചേഴ്സിനെ പറ്റില്ല ആ ആശയമാണ് പിന്നെ വന്ന് ഇതായത് കയറി പിടിക്കുന്നത്. ഈ സാക്ഷരത കേരളത്തിൽ കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ സാക്ഷരത നടത്തിയല്ലോ, ലിറ്ററസി മൂവ്മെന്റ്. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ്. ഒരേ സമയത്താണോ? കേരളത്തിൽ സാക്ഷരത 1988 അവസാനമാണ് തുടങ്ങിയത്. 88, 89 എറണാകുളം, 90 ഓൾ കേരള ആളൊക്കെയായി. അതിൻ്റെ ഇടയിൽ അതിന് ഉത്സാഹം കൊണ്ടിട്ട് ഞാൻ അന്ന് സെൻട്രൽ കമ്മിറ്റി ഉണ്ടല്ലോ അതിൻ്റെ സാക്ഷരതയുടെ അതിൻ്റെ മെമ്പറായിരുന്നു. ഗവൺമെൻറ് മെമ്പറായിരുന്നു. നാഷണൽ ലിറ്ററസി മിഷൻ്റെ അന്നത്തെ എഡ്യൂക്കേഷൻ സെക്രട്ടറി അനിൽ ബോഡിയ പരിഷത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പോൾ പരിഷത്ത് എടുക്കുകയാണെന്ന് വെച്ചാൽ എന്ത് കാണിച്ചത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണ് എറണാകുളത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ചെന്ന് 60 ലക്ഷം രൂപ വന്നു. അത് എല്ലാവരും ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അത് ഒരു പ്രൈവറ്റ് സംഘടനയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളം ടോട്ടൽ ലിറ്ററസി മിഷൻ ഉണ്ടാക്കി. ലിറ്ററസി മിഷൻ്റെ ആയപ്പോൾ പിന്നെ ലിറ്ററസി മിഷനായി. ആൾക്കാരുടെ ലിറ്ററസി മിഷനായി. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിന് പുറത്ത്, അതിനിടയ്ക്കാണ് അതിനിടയ്ക്ക് കേരളത്തിൽ 89 ആയപ്പോഴേക്കും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ കർണാടകത്തിലും പിന്നെ ഈ മധ്യപ്രദേശിലും ബംഗാളിലൊക്കെ ഓരോ ജില്ലാ സാക്ഷരതാ സമിതികളുണ്ടാക്കി തുടങ്ങി. അപ്പോൾ ആ ജില്ലാ സാക്ഷരതാ സമിതി ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ജനകീയശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് മുൻകൈ എടുത്തിരുന്നത്. അതാണോ പിന്നെ ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്കായിട്ട് 1988 ആണ് നെറ്റ്വർക്കായിട്ട് വന്നത്. നെറ്റ്വർക്കിലെയൊക്കെ പ്രവർത്തകരായിരുന്നു ഓരോ സംസ്ഥാനത്തിൻ്റെയും നേതൃത്വം കൊടുത്തത്. ഈ ബാലസ്വർഗം ചിൽഡ്രൻസ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു സങ്കല്പം 6ാമത് ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് കോൺഗ്രസ്സിൽ MP അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കണ്ടന്റ്? ഒന്ന്, കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള വിദ്യാഭ്യാസം, ആവശ്യമുള്ള ഇമോഷണൽ എൻവയോൺമെൻറ്റൊക്കെ കൊടുക്കണം. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ശാരീരികമായും ബൗദ്ധികമായും മാനസികമായുള്ള ആരോഗ്യം കൊടുക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വർഗ്ഗമായി. അതിന് ഉള്ള മാർഗമായിട്ടാണ് കൊടുത്തിരുന്നത്. അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന പ്രവർത്തനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കുട്ടികൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 5000 കുട്ടികളുള്ള വയ്ക്കുക. 5000 കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചാൽ 30 ഏക്കർ 40 ഏക്കർ സ്ഥലം വേണമെങ്കിൽ ആ സ്ഥലം സ്കൂളുകൾ കുട്ടികൾക്ക് കൊടുക്കും. അവിടെ അധ്യാപകരും ഇവരും കൂടി ഉണ്ടായിട്ട് ആ കൃഷി കൂടെ തന്നെ പഠിക്കണം. കൃഷി കൂടെ തന്നെ ബോട്ടണിയും ബയോളജിയും ഒക്കെ പഠിക്കാം. അതോടൊപ്പം തന്നെ ഭക്ഷണം ഉണ്ടാകാം. അങ്ങനെ കൺസെപ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത് നടന്നില്ല. അങ്ങനെ ആ കൺസെപ്റ്റ്
ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാ? ഞാൻ സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരുമ്പോൾ പ്രസ്ഥാനം വേണം. പ്രസ്ഥാനം ഒറ്റയ്ക്ക് തീർക്കില്ല. അപ്പോൾ മലയാളത്തിൽ പ്രസ്ഥാനം വേണം. മലയാളത്തിലും മറാഠിയിൽ പ്രസ്ഥാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. മറാഠി ഞാൻ അവിടെയാണെന്ന് ബോംബെയിലാണെന്നുള്ളൂ. മലയാളം എൻ്റെ ഭാഗമാണ്. മലയാളത്തിൽ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ മംഗളത്തിൻ്റെ മാനേജർ ആയിരുന്നതാണ്. അങ്ങനെയായിട്ട് സംസാരിച്ചു. ആൾ പറയും അങ്ങനെ പ്രസ്ഥാനം ഇപ്പം തന്നെ ഉണ്ടല്ലോ, ശാസ്ത്രസാഹിത്യം എഴുത്തുണ്ട് പറഞ്ഞിട്ട്. ഞാൻ 66-ലാണ് വന്നത്. 62 പരിഷത്ത് ഇറങ്ങിയിരുന്നു. അന്നൊന്നും എനിക്ക് ഇറങ്ങിക്കൂടായിരുന്നു. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ MN സുബ്രഹ്മണ്യൻ, KC അടിയോടി, ആൾക്കാരെയൊക്കെ പോയി കണ്ടു. അവരെ കണ്ടിട്ട് PT ഭാസ്കര അവരൊക്കെ പോയി കണ്ടു. അതിന് ഭാസ്കര പണിക്കർക്ക് പറഞ്ഞു നമുക്ക് മലയാളത്തിൽ പ്രസിദ്ധീകരണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളത്തിൽ പ്രസിദ്ധീകരണം ആവാം. ആദ്യത്തെ 100 വരിക്കാരുടെ ഇതും ആദ്യത്തെ ലേഖനങ്ങളെ ഞങ്ങൾ ബോംബെ വെച്ചാൽ പറഞ്ഞു. അങ്ങനെ ശാസ്ത്രഗതി വന്ന് 66-ലാണ് ശാസ്ത്രഗതി വന്നത്. അന്ന് മുതൽ പരിഷത്തില് സജീവമായിട്ടുണ്ട്. അന്നൊരു പരിഷത്തുണ്ട്, ബോംബെ പരിഷത്തിന്റെ സ്ഥാപക ആണെന്ന് പറയാമോ? ബോംബെ പരിഷത്തിന്റെ സ്ഥാപകനാണ്. പിന്നെ ബോംബെയില് മറ്റ് തമിഴ്നാട്ടിലും ഒക്കെ പരിഷത്തുകളുണ്ടായി. തമിഴ്നാട്ടിലെ ഇതിന്റെ പേര് തമിഴ്നാട്ടിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന വിജ്ഞാന തമിഴ് വളർച്ചക്കാരെന്ന് പറഞ്ഞിട്ടതാണ്. ഓ ശരി. ആ വിജ്ഞാന തമിഴ് വളർച്ചക്കാരൻ പോരാതായിട്ട് അത് പിന്നെ വിജ്ഞാനത്തിന് അറിവിയലാക്കി. അറിവിയൽ വളർച്ചക്കാരെന്ന് നൽകി. അവർ തമിഴ്നാട് സയൻസ് ഫോറാക്കി. തമിഴ്നാട് സയൻസ് ഫോറം. ഈ പരിഷത്തില് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചത് അടിയന്തരാവസ്ഥ കാലത്തുള്ള പ്രകൃതി ശാസ്ത്രം സമൂഹം എന്ന് പറയുന്ന ക്ലാസ്സുകളായിരുന്നു. ഒരു 12,000 ക്ലാസ് നടത്തിയെന്നാണ് കണക്കുകൾ പറയണേ. അപ്പോൾ അന്നത്തെ ഒരു ആവേശകരമായിട്ടുള്ള അനുഭവം എന്തായിരുന്നു? അന്ന് എന്തായാലും അടിയന്തരാവസ്ഥ കാലമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പൊളിറ്റിക്സ് പറയാൻ പറ്റില്ല. മാർക്സിസം പഠിപ്പിക്കുകയാണ്. മാർക്സിസം പഠിപ്പിക്കാണ്ട് പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ അർത്ഥമില്ല. ഞാൻ അന്ന് ഒരു പുസ്തകം എഴുതുന്നു മലയാളത്തിൽ. ഒന്ന് ധർമ്മപുസ്തകം, ചെറിയ പുസ്തകം, പിന്നെ പുസ്തകം. പക്ഷെ അവൻ ധർമ്മപുസ്തകം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പഠിക്കാൻ കൂട്ടാക്കില്ല. അതിൻ്റെ പ്രകൃതി ശാസ്ത്ര സമൂഹം എന്നുള്ള പേരിലാക്കി. എന്നിട്ട് അതിൻ്റെ ഉള്ളടക്കം തന്നെ കൊടുത്തു. കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു അല്ലേ? കുറച്ചും കൂടി ലളിതമാക്കിയില്ല. അങ്ങനെ ആളുകൾ മനസ്സിലായി. മനസ്സിലായപ്പോൾ ഒരുപാട് പേര് ക്ലാസ് എടുക്കാൻ വന്നു. അങ്ങനെയാണ് 3000 ക്ലാസ് പ്ലാൻ ചെയ്തിട്ട് 15,000 എന്താണ് ശാസ്ത്രബോധം? അതെങ്ങനെ യുക്തിവാദത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഫൗണ്ടിങ് ലക്ഷ്യം തന്നെ ജനങ്ങളെ ശാസ്ത്രം വളർത്തുകയും ശാസ്ത്രബോധം വളർത്തുകയും ചെയ്യാനാണ്. ശാസ്ത്രബോധം അതിലുണ്ട്. പക്ഷേ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ ആകെയുള്ള ആ ഒരു കാലുണ്ടായിരുന്നു. യുക്തിബോധം ഈശ്വരനെ വിശ്വസിക്കായ അമ്പലങ്ങളിൽ പോയ ശാസ്ത്രബോധം എന്നാണ്. അതുപോലെ അതിനേക്കാൾ വളരെ കൂടുതലാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്. 1972-73 10ാം വർഷത്തിന് ശേഷം നമ്മൾ കാര്യം തിരിച്ചറിയും. നമ്മൾ 10 കൊല്ലം പണിയെടുത്തില്ലേ? 10 കൊല്ലം പണിയെടുത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പറയാനായിട്ട് 3-4 ദിവസം 5-6 പേരെ കൂടി ഇരുന്ന് വർത്തമാനം പറയും. ഏറ്റവും നിഗമനം എന്താ വെച്ചാൽ ശാസ്ത്രബോധം വളർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ശാസ്ത്രം എന്നുള്ളത് അധ്വാനമാണ്, പ്രവർത്തനമാണ്. പ്രവർത്തനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൂടെ ഉള്ളൂ. വാക്കുകൂടെ പറഞ്ഞാൽ മാത്രം ആയ കാര്യമില്ല, പ്രവർത്തനത്തിൽ കൂടെ വേണം. പ്രവർത്തനം എന്നുള്ളത് ബേസിക്കലി കൃഷി പ്രവർത്തനമാണ്. കർഷകമായിട്ട് ബന്ധുന്നത്. അപ്പോൾ ഗ്രാമങ്ങളിൽ നടക്കുന്നതാണ്. അപ്പോൾ ഗ്രാമങ്ങളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് ഗ്രാമങ്ങളിലെ ഉൽപ്പാദന പ്രവർത്തനമായിട്ട് ബന്ധപ്പെടണം.
അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ഗ്രാമശാസ്ത്ര സമിതി എന്നുള്ള സമിതി ഉണ്ടാക്കുന്നത്. ആ ഗ്രാമശാസ്ത്ര സമിതിയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ളതെന്ന് വെച്ചാൽ ഉൽപ്പാദന പ്രവർത്തനം മെച്ചപ്പെടുക, മെച്ചപ്പെടുന്നതിന് ആവശ്യമായ സയൻസ് അവിടെ നിന്ന് കിട്ടുക നോക്കുക. അങ്ങനെ ഉൽപ്പാദന പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞിട്ട് അതുകൂടെ സയൻസിൻ്റെ ബോധം ഉണ്ടാക്കുക. അത് തന്നെയാണ് എപ്പോഴും വേണ്ടത്. പക്ഷേ ആ ഭാഗം പിന്നീട് സാക്ഷരത നമ്മളും ജനകീയാസൂത്രം വന്നുകൊടുക്കുക, നമ്മൾ കൂടുതൽ വർത്തമാനം പറച്ചിലാക്കി കാര്യം വർത്തമാനം പറച്ചിലിൽ ആ കാര്യമില്ല, പ്രവർത്തനമാണ്. പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനമൊക്കെ അതിന് ഗുണമുണ്ട്. ഒന്ന് പുകയില്ലാത്ത അടുപ്പ്, 2 ബയോഗ്യാസ്, 3 സോളാർ ഇത്, ഇതൊക്കെ പിന്നെ 4 ചെലവ് കുറഞ്ഞ വീടുകൾ. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉത്തുംഗമായ ഉപയോഗങ്ങളാണ്. ശരി. അത് കാണിച്ചുകൊണ്ട് ആൾക്കാർക്ക് ബോധ്യം വന്നു. ഈ അച്ഛൻ്റെ വിവാഹം തന്നെ ഒരു ആചാര ലംഘനാണെന്ന് ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ആചാര ലംഘനങ്ങളെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു വിപ്ലവ പ്രവർത്തനമായിട്ടാണ് ആത്മഹത്യയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സമീപകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ആചാര ലംഘനങ്ങളെയും അതേപോലെ തന്നെയാണോ കാണുന്നത്? ഇപ്പോഴും ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ തന്നെയുള്ളതാണോ? ആചാരങ്ങൾ ലംഘനം അത് ചുമ്മാ തെറ്റ് ലംഘനത്തിന് തെറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാലിന്യങ്ങളിലൊക്കെ എല്ലാ ആചാരങ്ങളും തെറ്റിച്ചുകൊണ്ടാണ്. അതിനൊന്നും എതിർപ്പുണ്ടായിട്ടുമില്ല. അപ്പോൾ എതിർപ്പിനെ ആകുമ്പോൾ അത് അഭിപ്രായമാണ്. എതിർപ്പില്ലാത്ത തെറ്റുന്നുണ്ട്. പിന്നെ ഇനി ഉണ്ണേട്ടൻ പുതിയതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. urban റിപ്പബ്ലിക് എന്നുള്ള കൺസെപ്റ്റ് ഭാവി സമൂഹത്തിൻ്റെ കൺസെപ്റ്റാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉൽപ്പാദന പ്രവർത്തനമാണ് പ്രധാനം. ഉൽപ്പാദന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉൽപ്പാദന പ്രവർത്തനങ്ങളല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട്. ആ ഗ്രൂപ്പുകൾക്ക് സ്വാശ്രയത്വമുണ്ട്. അങ്ങനെ സ്വാശ്രയ സമൂഹങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവരല് നടക്കില്ല. അത് അങ്ങനത്തെ ഇതില്ലാത്തതുകൊണ്ട്, ഭാവി സമൂഹം എങ്ങനെ ഇരിക്കണമെന്നുള്ള അറിവില്ലാത്തതുകൊണ്ട് ആണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടതാണ്. എന്ത് പരാജയപ്പെട്ടത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവർക്ക് ഭാവിയിൽ ജനാധിപത്യപരമായിട്ട് എങ്ങനെ വളർത്തുന്നതിനെ പറ്റി അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടതാണ്. അപ്പോൾ അത് പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഒന്ന് ഒരു ഗ്രൂപ്പ്, ഒരു 10-20,000 പേരുള്ള ഒരു ഗ്രൂപ്പിലാണ് 20,000, 30,000, 40,000 ആവാം. ആ ഗ്രൂപ്പിന് സ്വന്തം ആവശ്യത്തിനുള്ള സഹകരണം ഉണ്ടാക്കാൻ പറ്റണം. അതുണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോഴേ വന്നുള്ളൂ, മുമ്പ് വന്നില്ല. ഇപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ഉണ്ടാക്കാനുള്ള തെളിവുണ്ട്. ആ തെളിവാണ് നമ്മൾ ദാബോൾക്കർ പുസ്തകത്തിലും പിന്നെ കേരളത്തിലെ പുസ്തകത്തിലും. സമൃദ്ധി എല്ലാവർക്കും അത് ദാബോൾക്കറുടെ പുസ്തകം. പിന്നെ ബയോമാസ് ബാങ്കിങ് എന്നുള്ള കേരളത്തിലെ പുസ്തകം. ഇത് 2 3 ഉള്ളത് അല്ലേ? ഓക്കെ.